വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ നോട്ട് ബാക്കി തരാനുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. ഞാനത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു, ഞാനങ്ങ് 3ാമത്തെ ചാപ്റ്റർ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കമൻറ്റ് ചെയ്യാൻ കണ്ടത് 2ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കിട്ടിയില്ല. അപ്പം ഇതുവരെ കിട്ടാത്തവർക്കെല്ലാം, അതായത് ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് പാഠത്തിൻ്റെ പേര് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് അല്ലേ, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ അതിനകത്തിൽ ആദ്യം എഴുതേണ്ട, അന്ന് മുതലേ ഞാൻ പറയുന്നതാണ്, ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണെന്നറിയോ, എന്താണ് നാഷണലിസം എന്നാണ്. അപ്പോൾ നിങ്ങൾ 1 നമ്പർ ഇട്ടിട്ട് ഇതങ്ങ് എഴുതണം കേട്ടോ. എന്താ, 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഈ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയത എന്ന് വിളിക്കുന്നത്. ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century, a sense of unity emerged among Indians. A strong anti-British feelings was the basis of this sense of unity. This is a sense of unity is called nationalism. ഇത് വൃത്തിയായിട്ട് 1 നമ്പർ ഇട്ടിട്ട് അങ്ങ് എഴുതണേ കുഞ്ഞുങ്ങളെ. കാരണം പാഠത്തിൻ്റെ പേര് ഇതായതുകൊണ്ട് ഇത് എഴുതുന്നതാണ് നല്ലത് കേട്ടോ. അല്ലാതെ ഇതാ കുറച്ചുകൂടെ ഞാൻ വേറെ എഴുതിയത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. 1 നാഷണലിസം എന്നാൽ എന്ത്. ഇനി നമ്മൾ എഴുതേണ്ടത് എന്നാ അറിയോ, അതാണ്ട് ഈ നാഷണലിസത്തിന് ഇത് എഴുതിയാൽ മതി. വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു സ്ട്രെങ്ത് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാം. കാരണം ഈ 5 എണ്ണമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്തിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ, ഒന്നാമത്തത് എക്കണോമിക് പോളിസി, സാമ്പത്തിക നയം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം, ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, സാഹിത്യവും പത്രങ്ങളും, സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗതവും വാർത്താവിനിമയവും. അപ്പോൾ ഈ 5 കാര്യങ്ങളെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ നമുക്ക് കൂടുതലായിട്ട് അറിയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നാഷണലിസത്തെ കുറിച്ചാണ്. അപ്പോൾ അത് പഠിക്കുക. ഈ നാഷണലിസത്തിൻ്റെ, അതായത് ദേശീയതയെ ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ ഈ 5 പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ എന്താ, എക്കണോമിക് പോയിൻ്റ് അല്ലേ, എക്കണോമിക് പോയിൻ്റ്. അപ്പോൾ അത് എന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് കേട്ടോ ഓരോന്നും അങ്ങനെ അതെ. അപ്പോൾ എക്കണോമിക് പോളിസി എന്താണ് എന്ന് എഴുതിയിട്ട് വേണം കേട്ടോ. ഓരോന്നും നമ്മൾ ആ ഓർഡറിൽ അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. എന്താ, സാമ്പത്തിക നയം, എക്കണോമിക് പോളിസി എന്ന് വെച്ചാൽ സാമ്പത്തിക നയം ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്തുന്നതിന് സഹായകമായത് എങ്ങനെയാണ്. നോക്കിയേ, ഞാൻ 3 എഴുതിയിട്ടുള്ളൂ. നിങ്ങളെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുത് നോക്കി 3 നിങ്ങൾക്കത് പഠിക്കാൻ നല്ല കപ്പാസിറ്റിയുള്ള കുട്ടികൾ കൂടുതൽ നോട്ട് പഠിക്കണം കേട്ടോ. ഞാൻ ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ സത്യത്തിൽ ഈ ക്ലാസ് ഇടുന്നത് തന്നെ. ഒന്നും അറിയാൻ വയ്യാത്തവരെ ഞാൻ കുറേ കമൻറ്റ് കാണുന്നുണ്ട്. മാത്സിനൊക്കെ ഒന്നും അറിയാൻ വയ്യാത്ത 1ഉം 2ഉം മേടിക്കുന്നവരൊക്കെ ഇപ്പോൾ ടോപ്പിലെത്തിയെന്ന് കേട്ടോ. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. നമ്മുടെ ക്ലാസ് കണ്ട് അത്രയും മേടിക്കുന്നല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാവും ഞങ്ങളെ അങ്ങനെ കേട്ടോ. നമ്മളെല്ലാ വിഷയത്തിൻ്റെയും ഏറ്റവും ലോ ലെവലിലാണ് സത്യം പറഞ്ഞാൽ ക്ലാസ് ഇടുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം, ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ കേട്ടോ എന്ന് കരുതിയാൽ ഞങ്ങൾ നമ്മൾ ഈ ക്ലാസ് എടുത്തത് കേട്ടോ. അപ്പം നോക്കിയേ, എക്കണോമിക് പോളിസി എന്ന് വെച്ചാൽ സാമ്പത്തിക നയം എന്നാണ്. ഇന്ത്യയിലെ സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവയ്ക്ക് കാരണമായി അല്ലേ. ഇതിനെ തുടർന്ന് കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ എന്നിവർ വിവിധ ഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ഈ 3 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ആ 3 ഇംഗ്ലീഷിൽ എങ്ങനെയാണ്. ഇൻ ഇന്ത്യ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് ദ എയിം ഓഫ് ദ ബ്രിട്ടീഷ്. ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഫോർ ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ലെഡ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. ആസ് എ റിസൾട്ട് ഫാർമേഴ്സ്, ആർട്ടിസൻസ്, സ്മാൾ ട്രേഡേഴ്സ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് നമുക്ക് ഈ ചാപ്റ്റർ ഫുൾ കവർ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എക്കണോമിക് പോളിസി. രണ്ടാമത്തെ എന്താവും നിങ്ങളെ, വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. എന്താണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നോക്കിക്കേ, പാശ്ചാത്യ വിദ്യാഭ്യാസം. പാശ്ചാത്യ വിദ്യാഭ്യാസം ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം എമംഗ് ഇന്ത്യൻസ്. പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരിൽ ദേശീയത വളർത്തുന്നതിൽ എത്രമാത്രം സഹായകമായി എന്ന് കുറിപ്പ് തയ്യാറാക്കുക. ഞാൻ ആ പറഞ്ഞ ഓർഡറിൽ തന്നെ എഴുതി പഠിക്കണം കേട്ടോ. അടുത്തോ അതിൻ്റെ നോക്കിക്കേ, മോഡേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ഇൻ ഇന്ത്യ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 19th century. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ബിക്കം കോൺഷ്യസ് ഓഫ് ഡെമോക്രസി, ഫ്രീഡം, ഈക്വൽ ജസ്റ്റിസ്, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സിവിൽ റൈറ്റ്സ്. ഇന്ത്യൻസ് ഹു ഗോട്ട് acquainted with tense new ideas wanted how their country come under the British rule. They constantly talked about the need to end the British rule. English became the common language of exchange of idea for peoples coming from different part of the century.
അല്ലേ? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹെൽപ്ഡ് ഇന്ത്യൻസ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ വീക്ക്നെസ് ഓഫ് ദ കൺട്രി. ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. നിങ്ങളത് പോയിന്റ് ആയിട്ട് എഴുതി വേണം ഇംഗ്ലീഷുകാർ ഇങ്ങനെ പഠിക്കാൻ കേട്ടോ. ഇത്രയേ ഉള്ളൂ. 1 2 3 4 5 6 പോയിന്റാണ് കേട്ടോ. അതുപോലെ തന്നെ പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അതിൻ്റെ മലയാളം എന്താണെന്നറിയോ? നോക്കിയേ. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായിട്ടങ്ങ് മാറി കേട്ടോ. ഒന്നും അറിയാൻ വയ്യാത്തവരല്ല. നോക്കണേ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചപ്പോഴേ ഇന്ത്യക്കാരെന്താ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ചൊക്കെ അവബോധം എന്ന് വെച്ചാൽ അറിയാമെന്നുള്ള അല്ലേ, അവബോധമുള്ളവരായിട്ട് അവരങ്ങ് മാറി കേട്ടോ. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ഇംഗ്ലീഷ്. ഓക്കെ, ഇനി അതിൻ്റെ നോക്കിക്കേ മലയാളം. അതായത് പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട് ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിലുള്ള പുതുഭാഷയായിട്ട് ഇംഗ്ലീഷ് അങ്ങ് മാറി കേട്ടോ. അവരൊക്കെ പഠിച്ച് എല്ലാവരും, ഒരാൾ പഠിച്ച് 2 പേര് പഠിച്ച് എല്ലാവരും പഠിക്കാൻ തുടങ്ങി അല്ലേ. അങ്ങനെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ നാഷണലിസത്തിന് ആവിർഭാവത്തിന് ഒരു വഴി തെളിച്ചു. വെസ്റ്റേൺ എഡ്യൂക്കേഷനെ കുറിച്ച് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതൊക്കെ പഠിക്കണേ കേട്ടോ. ഇനിയും ഇന്ത്യയുടെ വന്ധ്യവ യോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഈസ് നോൺ ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രശസ്തമായൊരു പുസ്തകമാണ് ദ ഫേമസ് ബുക്ക് ഓഫ് ദാദാഭായ് നവറോജി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതായത് ഡ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം എന്നൊക്കെ അതിനകത്ത് കൊടുത്തു. ടെസ്റ്റിനകത്ത് കണ്ടോ ചോർച്ച സിദ്ധാന്തം. ദ നെയിം ഓഫ് ലീഡർ ഹു ക്യാരിഡ് ഔട്ട് ഡീറ്റെയിൽഡ് സ്റ്റഡീസ് അബൌട്ട് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്. ഞാൻ സ്പീഡിൽ പോകുന്നത് നമുക്ക് മൊത്തം നോട്ടും വേണ്ടതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, ഇത് നമ്മുടെ പാർട്ട് 5 ആണ്, ലാസ്റ്റാണ്. അതുകൊണ്ട് ഇത് ഓടിച്ചിട്ടങ്ങ് പോവുകയാണ്. ഇതിപ്പം ചിലപ്പോൾ എന്താ ഒരെണ്ണം തന്നെ ഞാനിങ്ങനെ പിന്നെയും കാണിക്കുമ്പോൾ കാണുന്നവർക്ക് ബോറായിട്ട് തോന്നും. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും അല്ലേ. ഇതുവരെയും നോട്ട് വീട്ടിൽ കൊണ്ടില്ലാത്ത കുട്ടികൾ കാണും അല്ലേ. അവർക്കിത് 1 മുതൽ 2ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട് ഫുള്ളുണ്ടോ നിങ്ങളെ. ഇത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി പഠനം നടത്തിയ ആദ്യകാല നേതാക്കൾ ആരൊക്കെയായിരുന്നു? ആദ്യകാലത്തെ ആരൊക്കെയാ? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ. ഒരൊറ്റ വാക്കാട്ടോ, മഹാദേവ് ഗോവിന്ദ് റാനഡെ. മലയാളം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ എത്ര എൻ്റെ തൊട്ട് താഴെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. അത് വായിച്ചെടുക്കണേ. ഓക്കെ, അപ്പോൾ എക്കണോമിക് പോളിസി നമ്മൾ പറഞ്ഞാൽ ഇനി അതുപോലെ നമ്മുടെ റോൾ ഓഫ് പ്രസ് ഇൻ ഡെവലപ്പിംഗ് നാഷണലിസം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതൊരു ഇച്ചിരി വലുതാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചാൽ മതി കേട്ടോ. പ്രസ്സിൻ്റെ ദേശീയത വളർത്തുന്നതിൽ പത്രമാധ്യമങ്ങളുടെ സ്വാധീനം എങ്ങനെയൊക്കെയാണ്? മാധ്യമങ്ങളുടെ മെനി പേപ്പേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ലാംഗ്വേജ് കം ഇൻ ടു എക്സിസ്റ്റ് അറ്റ് ദാറ്റ് ടൈം. ദ സീരിയൽ റിഫോർമർ രാജാറാം മോഹൻ റോയ് പൈനിയേഡ് ജേർണലിസം ഇൻ ഇന്ത്യ. ദ ന്യൂസ് പേപ്പേഴ്സ് ബി സ്റ്റാർട്ടഡ് വെയർ ദ സാംബഡ് കൗമുദി ഇൻ ബംഗാളി ആൻഡ് മിറാദ് ഉദ് അക്ബർ ഇൻ പേർഷ്യൻ. സച്ച് ന്യൂസ് പേപ്പേഴ്സ് വാസ് ഏബിൾ ടു റെസ്പോണ്ട് ആൻഡ് ക്രിട്ടിസൈസ് ദ ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് പ്രൊമോട്ട് എ ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ന്യൂസ് പേപ്പറിന് ഉണ്ട് കുഞ്ഞുങ്ങളെ, മാധ്യമങ്ങൾ ഇതിൽ എത്രത്തോളം പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. പിന്നെ ലിസ്റ്റഡ് ബിലോ ആർ സം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പേഴ്സ് വിച്ച് പ്ലേഡ് എ ഡിസിസീവ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ഐഡിയ ആൻഡ് നാഷണലിസം. അതായത് അതിന് ഏതൊക്കെയായിരുന്നു? അമൃത ബസാർ പത്രിക, ദ ഹിന്ദു, ദ ടൈം ഓഫ് ഇന്ത്യ, മാതൃഭൂമി, അൽ അമീൻ എന്നീ ന്യൂസ് പേപ്പറുകളൊക്കെ എന്ത് ചെയ്തു? പണ്ടത്തെ കാര്യമായിരുന്നു കേട്ടോ. മോഡേൺ കേട്ടോ. അതായത് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങൾ അക്കാലത്ത് ഇന്ത്യയിൽ നിലവിൽ വന്നു. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട്. കാരണം ഇംഗ്ലീഷെല്ലാം പഠിച്ചല്ലോ, നമ്മുടെ നാട്ടുകാർ ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷിലും പത്രം വന്നു അല്ലേ. പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങൾ അക്കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. ആരായത് കൊണ്ടുവന്നത്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ്. രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളുടെ പേരൊന്നും അറിയണേ കുഞ്ഞുങ്ങളെ. സംബാദ് കൗമുദി, അതായത് ബംഗാളി ഭാഷയായിരുന്നു കേട്ടോ. മിറദ് ഉൽ അക്ബർ, അത് പേർഷ്യൻ
കേട്ടോ. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവർക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്കൊക്കെ സാധിച്ചു എന്നാണ് പറയുന്നത്. ആധുനിക ആശയങ്ങളും ദേശീയതയും അത് പിന്നെന്താ വളർത്തുന്നതിൽ നിർണായ പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഏതൊക്കെയാ എന്താ നിങ്ങളെ ആധുനിക പണ്ടുള്ള ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഐഡിയകൾ അല്ലേ, മോഡേൺ ഐഡിയ അല്ലേ, ദേശീയത, നാഷണലിസം, ഇതൊക്കെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങൾ. ചിലപ്പോൾ അതുമാത്രം 2 മാർക്കിന് ചോദിക്കാം. നിർണായക പത്രങ്ങൾ ഏതൊക്കെയാ? അമൃത് ബസാർ പത്രിക, ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, മാതൃഭൂമി, അൽ അമീൻ. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? അത് നമ്മളിപ്പോൾ പറഞ്ഞു. രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. പൈനിയേർഡ് ജേർണലിസം ഇൻ ഇന്ത്യ, രാജാറാം മോഹൻ റോയ്. എസ്റ്റാബ്ലിഷ്ഡ് ബ്രഹ്മ സമാജ്, രാജാറാം മോഹൻ റോയ്. ഞാൻ സ്പീഡിൽ പോതെങ്കിലും നിങ്ങൾ പതുക്കെ സമാധാനത്തെ എഴുതിയെടുക്കുക കേട്ടോ. നമുക്കിത് മൊത്തം കാണിക്കേണ്ടതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് എഴുതാൻ ചോദിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. അറിഞ്ഞിരിക്കണേ, രാജാറാം മോഹൻ റോയ് ഇനിഷ്യേറ്റഡ്, നല്ലപോലെ നോക്കണേ, ഇനിഷ്യേറ്റഡ് സോഷ്യൽ റിഫോംസ് ഇൻ ഇന്ത്യ. Born in Bengal in 1772, he had profound knowledge in Hinduism, Islam, Christianity and Judaism. Major social reforming activities of Rajaram Mohan Roy are listed below. വളരെ ഇമ്പോർട്ടൻ്റ് 4 എണ്ണമാണ് ഇത് കേട്ടോ. 4 അല്ല 6 എണ്ണം ഉണ്ടല്ലേ. he played a crucial role of abolishing sati, started many schools in impact of modern education. പിന്നെ ഇമ്പാർട്ടാണ് സ്റ്റാർട്ടഡ് എ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് കാൾഡ് ബ്രഹ്മ സമാജ്, ഫോർട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇവിൽസ് ലൈക്ക് ചൈൽഡ് മാരിയേജ് ആൻഡ് പോളിഗമി. പിന്നെ ആർഗ്യൂഡ് ദാറ്റ് വുമൺ ഹാവ് ദ റൈറ്റ് ടു ഇൻഹെറിറ്റേജ്. പിന്നെ സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഐഡിയോളട്രി ആൻഡ് പോളിറ്റിസം. വായിക്കാൻ അറിയണേ കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഇംഗ്ലീഷുകാർ ഇത് എഴുതണമേ. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ മലയാളം മീഡിയക്കാരെങ്ങനെ പറയും നോക്കിക്കേ. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ആരാ കുഞ്ഞുങ്ങളെ? സതി നിർത്തലാക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നീ സാമൂഹ്യ തിന്മകൾക്കെതിരെ അദ്ദേഹം പോരാടി. പിന്നെ സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെയും അദ്ദേഹം നിലകൊണ്ടു. വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതോ അതും പ്രധാനപ്പെട്ടതാട്ടോ. അടുത്തത് ജ്യോതിറാവു ഫുലെ. പേര് നല്ലപോലെ നോക്കണേ. ജ്യോതിറാവു ഫുലെ കണ്ടോ. ഇംഗ്ലീഷുകാർ ഇത് എഴുതണേ കുഞ്ഞുങ്ങളെ. എല്ലാവരെക്കുറിച്ച് ഒരു 4-5 സെൻറ്റൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതിനകത്തിൽ കുറേ ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് എന്തായാലും 5 ഇത് പഠിച്ചേ ഒക്കത്തുള്ളൂ. ഇതൊരു 4 എണ്ണവേലും എന്ന് വെച്ചാൽ അതിൽ ഇച്ചിരൂടെ ഇതാട്ടോ ജ്യോതിറാവു ഫുലെ. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, അവരെക്കുറിച്ചൊക്കെ നല്ലപോലെ പഠിച്ചോണം കേട്ടോ. ജ്യോതിറാവ് ഫുലെ നോക്കൂ നിങ്ങൾ. ജ്യോതിറാവ് ഫുലെ വാസ് എ സോഷ്യൽ റിഫോർമർ ഹു ഫോട്ട് ഫോർ ദ റൈറ്റ് ഓഫ് പീപ്പിൾ ഹു വെയർ കൺസിഡേർഡ് ലോവർ കാസ്റ്റ് ഇൻ മഹാരാഷ്ട്രയാണ് ആൻഡ് ഫോർ ദ വുമൺ. ഹി ഫോംഡ് ആൻ ഓർഗനൈസേഷൻ നെയ്മഡ് സത്യശോധക് സമാജ് ഫോർ സോഷ്യൽ റിഫോർമേഷൻ. ദീസ് ഓർഗനൈസേഷൻ മെയ്ഡ് എഫേർട്ട് ഫോർ വിഡോ മാരേജ് ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ചിൽഡ്രൻ ഓഫ് വിഡോസ് അല്ലേ. ഹി എസ്റ്റാബ്ലിഷ്ഡ് മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വുമൺ ആൻഡ് ദളിത്. പിന്നെ ദ പീപ്പിൾ ഓഫ് മഹാരാഷ്ട്ര റെസ്പെക്റ്റ്ഫുള്ളി കാൾഡ് മഹാത്മാ. കേട്ടോ, നല്ല കുറേ സെൻറ്റൻസുകളാണ് നമ്മുടെ ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് പറയാനുള്ളത്. ഇംഗ്ലീഷുകാർ അത് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. എഴുതിയെടുത്തവരെനിക്കറിയാം, കുറേ പേര് എനിക്ക് എഴുതിയെടുത്തു. കമൻറ്റ് വരുന്ന പാർട്ട് ചോദിക്കുന്നതൊക്കെ എനിക്കറിയാൻ പറ്റും. അപ്പോൾ എത്ര പേര് എഴുതിയിടുന്നത് എനിക്കറിയാം. ജ്യോതിറാവ് ഫുലെയുടെ മലയാളം നോക്കിയ കുഞ്ഞുങ്ങളെ, മഹാരാഷ്ട്രയിൽ താഴ്ന്നെന്ന് കണക്കാക്കപ്പെട്ട ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫുലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജ് കേട്ടോ, അതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ്. സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടനാ ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി
എന്താ അദ്ദേഹത്തെ ജനങ്ങൾ എന്നാണ്, മീൻസ് ജനത എന്ന് വെച്ചാൽ ജനങ്ങൾ എന്നാണ് കുഞ്ഞുങ്ങളെ. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആദരസൂചകമായിട്ട് അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. മഹാത്മാ എന്ന് ആരെ വിളിച്ചു, എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചാൽ ഈ സെൻറ്റൻസ് വെച്ച് അങ്ങ് എഴുതിക്കോണം കേട്ടോ. ഒന്നും പേടിക്കണ്ട. ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഈ 5 സെൻറ്റൻസ് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഒന്നും ആലോചിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഈ പഠിച്ചത് ആലോചിച്ച് എഴുതണം കേട്ടോ. പണ്ഡിത രമാഭായി, അടുത്ത ആളാണ് പണ്ഡിത രമാഭായി. പണ്ഡിത രമാഭായി വാസ് എ ഫീമെയിൽ പ്രസിഡൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ റിഫോംസ്. രമാഭായി വാസ് honored with the title of Pandita by the teachers of the University of Calcutta for her knowledge in Sanskrit language. Pandita Ramabai fought against child marriage and started schools for the education of widow and girls. An organization called Arya Mahila Samaj was established for such activities. A shelter called the Sharada Sadan was started for the rehabilitation of widow, and a project called Mukti Mission was started to provide വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ വുമൺ. 5 സെൻറ്റൻസ് ആണ്. രാജാറാം മോഹൻ റോയെ കുറിച്ച് 5 സെൻറ്റൻസ്, ജ്യോതിറാവ് ഫുലെയെ കുറിച്ച് ഒരു 5 സെൻറ്റൻസ്, പണ്ഡിത രമാഭായിയെ കുറിച്ചും ഒരു 5 സെൻറ്റൻസ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയിരിക്കണേ. അപ്പോൾ അതിൻ്റെ മലയാളം നോക്കൂ കുഞ്ഞുങ്ങളെ. സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു. സംസ്കൃത സാഹിത്യത്തിനുള്ള സ്ത്രീ സാന്നിധ്യമായിരുന്നു ഒന്ന്. രണ്ടാമത്തെ, സംസ്കൃത സാഹിത്യത്തിനുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ബഹുമതി, ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ വിളിപ്പേരുകൾ പറയുന്നുണ്ട്. ശൈശവവിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. അപ്പോൾ ഈ 3 പേരെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം ചില സെൻറ്റൻസുകളെല്ലാം ഒരുപോലെ വരുന്നുണ്ടല്ലേ. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന നമ്മുടെ പണ്ഡിത രമാഭായി സ്ഥാപിച്ചു. പിന്നെയോ വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും, നോക്കണേ നിങ്ങൾ, അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാ. ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും, പിന്നെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന സ്ഥാപനവും ആരാണ്? നമ്മുടെ പണ്ഡിത രമാഭായി സ്ഥാപിച്ചു കേട്ടോ. അപ്പോൾ ആ 3 പേരെ കുറിച്ച് നല്ലപോലെ പഠിക്കണേ. എൻ്റെ പറച്ചിലേ ഉള്ളോ, എഴുതിയെടുക്കുന്നുണ്ടോ? നമുക്കൊരു ലൈവ് വെക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു. നമുക്ക് ഓണത്തിന് മുമ്പേ നമുക്ക് ഒരു ലൈവ് ക്ലാസ് ഇടാം കേട്ടോ. ലൈവ് ക്ലാസ് ആയിട്ടല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ കേട്ടോ. എനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിലും പറയാമല്ലോ. നമുക്കൊരു ലൈവ് വെക്കാം. ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഓണത്തിന് മുമ്പേ, കാരണം എക്സാമിന് മുമ്പേ ആയിക്കോട്ടെ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഓണത്തിനായിക്കോട്ടെ അല്ലേ. നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. വേണ്ടുന്നവർ കേട്ടോ, ലൈവ് വേണ്ടുന്നവർ ഒന്ന് കമൻറ്റ് പറയണേ. Who played the crucial role in abolishing sati? നോക്കൂ കുഞ്ഞുങ്ങളെ, സതി നിർത്തലാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ആരാണ്? നമ്മൾ ആദ്യം പഠിച്ചത് ആരാ? രാജാറാം മോഹൻ റോയ്. ഇനി രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പേര്, രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ടഡ് എ സോഷ്യൽ റിഫോം മൂവ്മെൻ്റ് ആണ് ബ്രഹ്മസമാജം. ജ്യോതിറാവ് ഫുലെ ഫോംഡ് ആൻ ഓർഗനൈസേഷൻ നെയ്മഡ് ഡാഷ് ഫോർ സോഷ്യൽ റിഫോർമേഷൻസ്, സത്യശോധക സമാജ്. ജ്യോതിറാവ് ഫുലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന സമാജമാണ് സത്യശോധക സമാജ്. ഇതെല്ലാം വൺ വേർഡ് ആണ്. ദ പീപ്പിൾ ഓഫ് മഹാരാഷ്ട്ര റെസ്പെക്ട്ഫുള്ളി കാൾഡ് ജ്യോതിറാവ് ഫുലെ. ഫുലെയെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എന്താ നിങ്ങളെ വിളിച്ചിരുന്നത്? മഹാത്മാ. ഹു എസ്റ്റാബ്ലിഷിംഗ് മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വുമൺ ആൻഡ് ദളിത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ആരാ? ജ്യോതിറാവ് ഫുലെ. പിന്നെ അൻ ഓർഗനൈസേഷൻ കാൾഡ് ആര്യ മഹിളാ സമാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായി ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. 19 20ാമത്തേതാണ്ട് ഒരു ബോക്സിനകത്തിലാണ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും പേരുകൾ. ഇത് നല്ലപോലെ നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. പ്രാർത്ഥനാ സമാജ് ആത്മാറാം ഭണ്ഡുരാവു. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലൗഡ്സ്കിയും ഉണ്ട്, കേണൽ ഓൾക്കോട്ടും ഉണ്ട് അല്ലേ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. പേര് വായിക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് നോക്കി വായിക്കണം കേട്ടോ. അടുത്തത്
അടുത്ത കുഞ്ഞുങ്ങളെ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത വളർത്തിയെടുക്കുന്നതിന് ഗതാഗതവും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നമ്മളിപ്പോൾ അതിനകത്തിലെ എക്കണോമിക് പോളിസി ഇല്ലേ ഒന്ന് നല്ലപോലെ നോക്കണേ. നമ്മളത് പറഞ്ഞത് ഈ 5 കാര്യം എക്കണോമിക് പോളിസി പഠിച്ചു അല്ലേ, സാമ്പത്തിക നയം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലേ, പാശ്ചാത്യ വിദ്യാഭ്യാസം, ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ, പിന്നെ സോഷ്യൽ റിഫോർമറുടെ കുറേ പേരുകളാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ദ ബ്രിട്ടീഷ് എക്സ്പാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ഫോർ ട്രേഡ്, ഇൻഡസ്ട്രി ആൻഡ് മിലിറ്ററി പർപ്പസസ് അല്ലേ. പിന്നെ ദേ സ്റ്റാർട്ടഡ് ദ റെയിൽവേസ്, പോസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് ടെലിഗ്രാം സർവീസസ്. ദേ ആൾസോ ഇംപ്രൂവ്ഡ് ദ റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു ദ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. പിന്നെയോ ദീസ് ഫെസിലിറ്റീസ് ഹെൽപ്ഡ് പീപ്പിൾ ടു ട്രാവൽ ടു ആൾ പാർട്ട് ഓഫ് ഇന്ത്യ, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഇൻ ദീസ് വേ ദ ഐഡിയ ഓഫ് നാഷണലിസം എമർജ്ഡ് ആൻഡ് ദ നാഷണൽ മൂവ്മെൻറ്റ് ദ സ്ട്രെങ്തഡ്. ഇത്രയും ഞാൻ കാണിക്കാം. ഓക്കെ, ഇത്രയാണ് ഇംഗ്ലീഷുകാരെ എഴുതേണ്ടത് കേട്ടോ. ഏതാ കമ്മ്യൂണിക്കേഷൻ അല്ലേ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവ് എഴുതേണ്ടത് കേട്ടോ. ചോദ്യം ഇതാണേ. ഇനി അത് മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതും? വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി തപാലും അവർ ആരംഭിച്ചു. ചരക്ക് നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും നോക്കുന്നില്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുത്തുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേട്ടോ. അപ്പോൾ വ്യാപാരം ഇതൊന്ന് നല്ലപോലെ എഴുതണേ കുഞ്ഞുങ്ങൾ. മലയാളം മീഡിയക്കാരെ ഇത് എഴുതണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. വാരി വലിച്ചൊക്കെ ഒന്നും അത്രയും വൃത്തിയൊന്നുമില്ല നിങ്ങൾ എഴുതി വെച്ചതന്നെ. കാരണം എന്താ വെച്ചാൽ ഈ സോഷ്യൽ ഇങ്ങനെ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം സമയപരിധിയും ഒരു പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടും എഴുതേണ്ടേ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് വലിയ സൗന്ദര്യമൊന്നും നോക്കിയില്ല കയ്യക്ഷരത്തിന് കേട്ടോ. അപ്പോൾ നോക്കാം അടുത്തത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്ത് നോക്കൂ നിങ്ങളെ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ഇത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, നാക്കിപ്പോൾ ഊരിപ്പോയില്ലേ, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് കേട്ടോ. ഏതാണെന്നറിയോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പേര് തന്നെ അത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേട്ടോ. അതെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം നൽകിയത് 1885. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ വിച്ച് ഇയർ INC, ഞാൻ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ചുരുക്കി എല്ലായിടോ INC എന്ന് എഴുതി വെച്ചേ. അപ്പോൾ നിങ്ങൾ ഓർത്തോണം കേട്ടോ. 1885 ഡിസംബർ 28-നാണ്. ഇനി ഇത് ഫോം ചെയ്ത് നോക്കൂ നിങ്ങളെ, ബോംബെയിലായിരുന്നു കേട്ടോ. ബോംബെയിൽ എവിടെയായിരുന്നു? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു. എവിടെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗം നടന്നത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ ഒരു മുറിയിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗം നടന്നത് അല്ലേ. യോഗം നടന്നത്. ഹൂ പ്രസിഡൻസ് ഓവർ ദ ഫസ്റ്റ് സെക്ഷൻസ് ഓഫ് ദ INC. അധ്യക്ഷൻ ആരാ? ഈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരാവും നിങ്ങളെ? WC ബാനർജി. നെയിം ദ ഫസ്റ്റ് മലയാളി ഹൂ ബിക്കെയിം ദ പ്രസിഡന്റ് ഓഫ് ദ INC. ഈ INCയിൽ അന്നേരം ഒരു മലയാളിയേ ഉള്ളായിരുന്നു. അത് ആരായിരുന്നു നിങ്ങളെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ആദ്യത്തെ മലയാളി സർ C ശങ്കരൻ നായർ ആയിരുന്നു. സർ C ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ ടെസ്റ്റിനകത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് കേട്ടോ, പേജ് നമ്പർ 5 അത് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളെ ഞാൻ എഴുതാന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ബംഗാൾ വിഭജനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. പാർട്ടിഷൻ ഓഫ് ബംഗാൾ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു നമ്മുടെ ബംഗാൾ വിഭജിക്കുക എന്നുള്ളത്. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ഈ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ പേരെന്തായിരുന്നു? കഴ്സൺ പ്രഭു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് വലിയ ബംഗാൾ അങ്ങ് പ്രവിശ്യ വിസ്തൃതമാണെന്നും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ വിഭജിക്കണം എന്നും നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചു. അങ്ങനെ ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായിട്ട് അങ്ങ് വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും പടിഞ്ഞാറ് ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിട്ടും അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ ആണോ?
അതായത് ബംഗാൾ വാസ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ്. ഇറ്റ് ഈസ് ബംഗാൾ പ്രൊവിൻസ് വാസ് ഡിവൈഡഡ് ഇൻ ടു. ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് വുഡ് ബി വീക്കൻഡ്. ദ ബ്രിട്ടീഷ് അതോറിറ്റീസ് ആൾസോ എയിംഡ് ടു വീക്കൺ ദ സ്ട്രഗിൾസ് ലെഡ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ത്രൂ ദ പാർട്ടിഷൻ ഓഫ് ബംഗാൾ. നോക്കൂ നിങ്ങളെ, ബംഗാൾ പാർട്ടിഷൻ നടന്ന എന്നാണ്, ബംഗാൾ വിഭജനം നടന്ന എന്നാ കുഞ്ഞുങ്ങളെ 1905. നമ്മൾ കുറേ ഡേറ്റ് ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുടെ പേരും കുറേ ഡേറ്റുകളും അതെല്ലാം കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയുടെ പേര് കഴ്സൺ പ്രഭുവാണ് കേട്ടോ. കഴ്സൺ, ലോർഡ് കഴ്സൺ, പേര് ഓർത്തണേ. ഹൗ വാസ് ബംഗാൾ ഡിവൈഡ്? ബംഗാൾ വാസ് ഡിവൈഡഡ് ഇൻ ടു ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാൾ വാസ് ദ മുസ്ലിം മെജോറിറ്റി റീജിയനും ആൻഡ് വെസ്റ്റ് ബംഗാൾ വാസ് ദ ഹിന്ദു മെജോറിറ്റി റീജിയനും. ഓക്കെ, അടുത്ത ഹൂ കമ്പോസ്ഡ് ദ പാട്രിയോട്ടിക് സോങ് അമർ സോണാർ ബംഗ്ല? അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? പാട്രിയോട്ടിക് സോങ് എന്ന് വെച്ചാൽ ദേശഭക്തി ഗാനം എന്നാണ് കേട്ടോ. ഇതാരാ പാടിയത്? രവീന്ദ്രനാഥ ടാഗോർ. ആരാണ് കമ്പോസ് ചെയ്തതെന്ന് കേട്ടോ? രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത സ്വദേശി മൂവ്മെന്റ് എന്നാൽ എന്താണ്? അതും വളരെ ഇമ്പോർട്ടൻ്റ്, ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. സ്വദേശി പ്രസ്ഥാനം എന്നാൽ എന്ത്? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു നിങ്ങളെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. അവർ സ്വാശ്രയം എന്നായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയും സ്വദേശി സമരത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എഴുതി വച്ചേക്കുന്നത് സ്വദേശി മൂവ്മെന്റിന്റെ കേട്ടോ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ദ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പോളിസീസ് ടേൺഡ് ഇൻ ടു എ മാസീവ് സ്ട്രൈക്ക് നോൺ ആസ് സ്വദേശി മൂവ്മെന്റ്. ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വാസ് energized by the സ്വദേശി മൂവ്മെന്റ്. ദ മെയിൻ മോഡ് ഓഫ് സ്ട്രഗിൾ ഓഫ് ദീസ് മൂവ്മെന്റ് വാസ് ദ യൂസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് ദ ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് റൂള്. ഈ ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ബഹിഷ്കരിക്കുക എന്ന് കേട്ടോ. നമ്മൾ ഈ മേളിൽ പറഞ്ഞ മലയാളത്തിൻ്റെ ഇംഗ്ലീഷാണ് ഈ താഴെ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും വാക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മേളിലത്തെ ഇത് നോക്കിയാൽ മതി കേട്ടോ. ദ ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് റൂള്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ, പിന്നെ ദ സെൽഫ് റിലയൻസ് വാസ് ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ദ സ്വദേശി മൂവ്മെന്റ്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദീസ് മൂവ്മെന്റ് വാസ് ടു എലിമിനേറ്റ് ദ ട്രേഡ് റവന്യൂ റിസീവ്ഡ് ബൈ ദ ബ്രിട്ടീഷ് റൂള് കേട്ടോ. സ്വദേശി മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ, some of the industries and establishment that emerged in India as a direct result of the സ്വദേശി മൂവ്മെന്റ്. ഈ സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടത് എന്തെല്ലാമാണ് നോക്കിയോ നിങ്ങളെ? ബംഗാളിലുള്ള കെമിക്കൽ സ്റ്റോർ, അതാരാ കൊണ്ടതെന്ന് നോക്കിയേ? ആചാര്യ PC റോയി ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. പിന്നെ സ്വദേശി സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ സ്വദേശി സ്റ്റോർ. പിന്നെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, അതാരാ? ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ. സ്റ്റീൽ ഫാക്ടറി തുടങ്ങി ആരാന്നറിയോ? ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി. അപ്പോൾ അതൊക്കെ ഒന്ന് പേര് പഠിച്ചേക്കണേ, ആരൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന്. സ്വദേശി സമരത്തിന് അതിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടുവന്ന എന്തൊക്കെയാണെന്നൊരു 4 കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. അടുത്തത് മിതവാദികളും തീവ്രവാദികളും. മോഡറേറ്റ്സ് മിതവാദികൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് മലയാളമുണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവരൊന്നും ആദ്യകാലത്തെ നേതാക്കന്മാരൊന്നും സമരത്തിന് തയ്യാറായിരുന്നില്ല. ഇവരെയാണ് നമ്മൾ മിതവാദികളെന്ന് അറിയപ്പെട്ടത്. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു പ്രധാനികൾ. മോഡറേറ്റ്സ് എന്ന് വെച്ചാൽ ദ മോഡറേറ്റ്സ് വെർ നോട്ട് റെഡി ഫോർ ആൻ ഓപ്പൺ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദേ പ്രൊപ്പഗേറ്റഡ് ദെയർ ഐഡിയ ത്രൂ പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്, മീറ്റിംഗ്സ്, സ്പീച്ചസ് ആൻഡ് റെസൊല്യൂഷൻസ്. പിന്നെ ആരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, പേര് നല്ലപോലെ നോക്കണം നിങ്ങൾ, ഇവിടെ മെയിലും കൊടുത്തിട്ടുണ്ട് മലയാളം കേട്ടോ. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് ദാദാഭായ് നവറോജി വേർ ദ പ്രൊമിനന്റ് ലീഡേഴ്സ് ഓഫ് ദ മോഡറേറ്റ്സ് കേട്ടോ. മിതവാദികൾ എന്നതിൻ്റെ ഇംഗ്ലീഷാണേ മോഡറേറ്റ്സ്. അപ്പോൾ അതിന് മിതവാദികൾ മാത്രം മതിയോ? അല്ല, തീവ്രവാദികളും കൂടെ വേണമെങ്കിൽ ശരിയാവും അല്ലേ? തീവ്രവാദികൾക്ക് ദ എക്സ്ട്രീമിസ്റ്റ് കേട്ടോ. ദ എക്സ്ട്രീമിസ്റ്റ് അഡോപ്റ്റഡ് റവല്യൂഷണറി മെത്തേഡ് ഓഫ് ആക്ഷൻ ലൈക്ക് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. ഈ ബോയ്ക്കോട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമല്ലോ നിങ്ങളെ? ബഹിഷ്കരിക്കുക എന്നാണ് കേട്ടോ. ദ ആർഗ്യൂഡ്
ദാറ്റ് ഫ്രീഡം കുഡ് ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ സ്ട്രോങ് ഓപ്പൺ സ്ട്രഗിൾ. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ് വേർ പ്രൊമിനന്റ് എക്സ്ട്രീമിസ്റ്റ് ലീഡർ. ഇംഗ്ലീഷ് കേട്ടോ, മലയാളം നോക്കി. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തമായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തമായി അവരെ തീവ്രവാദികൾ എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു പ്രധാനികൾ. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്നും വാദിച്ചായിരുന്നു കേട്ടോ. മലയാളംകാർ ഒരു സെന്റൻസ് കൊണ്ട് എഴുതിക്കോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ, ഏതാണ് മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും കേട്ടോ. അടുത്ത നമ്മൾ പാർട്ട് 5 ഇവിടെ മുതലായത് തരാനുള്ളത് നമുക്ക് എളുപ്പം ഒന്ന് പറയാം. നമ്മൾ അതിൻ്റെ ഒരു സെമിനാർ, സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ചൊരു സെമിനാർ. ഞാനിങ്ങനെയൊക്കെ പറയുന്നതിലും കുറച്ച് നോട്ട് മാത്രമേ എഴുതുന്നുള്ളൂ നിങ്ങളെ. കാരണം ഞാൻ ഈ വാരി വലിച്ച് ചിലപ്പോൾ 1.5 പേജൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കത്തുമില്ല. കാരണം പൊതുവേ ഈ സോഷ്യൽ എന്ന് പറയുമ്പോഴേ ഒത്തിരി പഠിക്കാനുണ്ട്. ഇത് റിംഗ് ഡൗൺ ആയിട്ട് എല്ലാവരും അങ്ങ് ഇട്ടേക്കോ അല്ലേ. അപ്പം ഞാനത് ചെറിയ പോയിന്റ് നോക്കി ഒരു 5 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വദേശി മൂവ്മെൻറ്റ്. ദ സ്വദേശി മൂവ്മെൻറ്റ് ഈസ് മൂവ്ഡ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ കണക്ഷൻ വിത്ത് the partition of Bengal. The Indian national movement was energized by the SM എന്ന് വെച്ചാൽ എന്താ, തുണിക്കട വല്ല വന്നോ നിങ്ങളെ. സ്വദേശി മൂവ്മെൻ്റ് ആണ് കേട്ടോ. The main mode of struggle of this movement was the use of Indian goods and boycott of British goods. The main concept was self-reliance എന്ന് വെച്ചാൽ സ്വാശ്രയം എന്നതായിരുന്നു അവരുടെ പ്രധാന ആശയം. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ എന്താണ്? ദ സ്വദേശി മൂവ്മെൻറ്റ് ഈസ് മൂവ്ഡ് ദാറ്റ് എമർജ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ പാർട്ടിഷൻ ഓഫ് ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് കുഞ്ഞുങ്ങളെ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വാസ് എമർജ്ഡ് ബൈ ദി സ്വദേശി മൂവ്മെൻറ്റ്. അതായത് ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ വരവോടെയാണ്. ദ മെയിൻ മോഡ് ഓഫ് സ്ട്രഗിൾ ഓഫ് ദീസ് മൂവ്മെൻറ്റ് വാസ് ദ ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് അല്ലേ. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ സമരരീതി. അവരുടെ പ്രധാന ആശയം എന്ന് വെച്ചാൽ സ്വാശ്രയമായിരുന്നു, സെൽഫ് റിലയൻസ്. സ്വദേശി മൂവ്മെൻറ്റ് വാസ് ടു സ്പ്രെഡ് ദ ഇന്ത്യൻ independence movement to the national level and contribute to a new method of a struggle called സ്വദേശി to the freedom struggle. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിക്കാനും ദേശീയ തലത്തിലേക്ക് വ്യാപിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത്ര എഴുതിയെടുക്കണേ കേട്ടോ. മലയാളം മീഡിയക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനൊരു 5 പോയിന്റ് വീതം എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടത് 5 പോയിന്റ് വീതം എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ നോക്കുമ്പോൾ ടീച്ചർ കേൾക്കത്തില്ലോ, ഈ കൊച്ചൊന്നും പഠിച്ച് കാണത്തില്ല, അറ്റവും മുറിയൊക്കെ എഴുതിയേക്കുവാന്ന് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ചോദ്യങ്ങൾക്ക് എല്ലാം 5 പേര്. അപ്പോൾ നോക്കി, ഇൻ വിച്ച് ഇയർ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഫൗണ്ടഡ്. നോക്കൂ കുഞ്ഞുങ്ങളെ, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1906 കേട്ടോ. ബംഗാൾ വിഭജനം നടന്ന എന്താ? ഇല്ലയോ? ചോദ്യം ഒന്നും വേണ്ട, ഞങ്ങൾ കേട്ടിരുന്നോളാം എന്നല്ലേ. ഡേറ്റ് നല്ലപോലെ പഠിക്കണം കേട്ടോ. സ്വദേശി ബന്ധക് സമിതി എന്ന സംഘടന രൂപീകരിച്ചത് അശ്വിനി കുമാർ ദത്ത്. ദ ഓർഗനൈസേഷൻ സ്വദേശി ബന്ധക സമിതി എന്നാണ് കുഞ്ഞുങ്ങളെ ഫോംഡ് ബൈ ആരാണ്? അശ്വിനി കുമാർ ദത്ത്. വേർ വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ സ്വദേശി ബന്ധക സമിതി. അതായത് സ്വദേശി ബന്ധക സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? പ്രൊവൈഡ് ഫിസിക്കൽ ട്രെയിനിങ് ടു വോളണ്ടിയേഴ്സിൻ്റെ ശാരീരിക പരിശീലനം കൊടുക്കുക, അവർക്ക് ആദ്യമേ പരിശീലനം കൊടുക്കുക. ഹെൽപ്പ് ദോസ് ഹു സഫർ ഫ്രം എപ്പിഡമിക് എന്ന് വെച്ചാൽ മഹാരോഗങ്ങളാവും നിങ്ങൾ, നമ്മുടെ കോവിഡ് പോലുള്ള വലിയ മഹാരോഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പിടിപെട്ട് കഴിഞ്ഞാൽ പോകാൻ പാടാ. അതിൻ്റെ അതർ എയിൽമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ അവരെ മറ്റു രോഗങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പകർച്ചവ്യാധികളും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളും ബാധിച്ച ഡിസീസ് എന്ന് കൊടുത്താലും മതി, മറ്റു രോഗങ്ങളല്ലേ, ബാധിച്ചവരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. പിന്നെ എസ്റ്റാബ്ലിഷ് സ്വദേശി വിദ്യാലയങ്ങൾ അവർ സ്ഥാപിച്ചു എന്നതൊക്കെയാണ് കേട്ടോ. എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ ആണോ?
അടുത്തത് വാട്ട് വെയർ ദ മെയിൻ പ്രൊവിഷൻസ് ഓഫ് ദ മിൻഡോ മോർലി റിഫോംസ്. മിൻഡോ മോർലി പരിഷ്കാരങ്ങളെക്കുറിച്ച് മിക്കവാറും കേട്ടോ PSCയുടെ ഒക്കെ ചോദ്യങ്ങളിലും കണ്ടിട്ടുണ്ടോ നിങ്ങളെ. മിൻഡോ മോർലി പരിഷ്കാരങ്ങളുടെ പ്രധാന വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? പ്രൊവിഷൻസ് ഓഫ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മുസ്ലിംസ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുക. പിന്നെ എക്സ്പാൻഷൻ ഓഫ് ദ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ. പവേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താ? നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങളുടെയും അധികാരങ്ങളുടെയും വികാസം എക്സ്പാൻഡ് ചെയ്യുക, അതിനെല്ലാം നീട്ടി വികസിപ്പിക്കുക എന്നതാണ്. മിൻഡോ മോർലി റിഫോമിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും തന്നിട്ട് ഒറ്റ ഒരെണ്ണേ തന്നിട്ടുള്ളൂ, ഇതെങ്കിലും പഠിക്കുക. പ്രൊവിഷൻസ് ഓഫ് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് മുസ്ലിംസ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുക. പിന്നെ നിയമനിർമ്മാണ സഭയുടെ പവർ ഓഫ് ദ ലെജിസ്ലേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളും അധികാരങ്ങളുടെയും വികാസം. പിന്നെ ഈ ലാൽ ബാൽ ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാവും നിങ്ങൾ? ലാൽ ബാൽ പാൽ എങ്ങനെ പറഞ്ഞാലും മതി. ലാൽ ബാൽ പാൽ എന്ന് പറയുന്ന ആരാണ്? ലാൽ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായി, ബാൽ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക്, പാൽ എന്ന് വെച്ചാൽ ബിപിൻ ചന്ദ്ര പാല് കേട്ടോ. അവരെ 3 പേരും കൂടാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. അടുത്തത് റൈറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് വെച്ചാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഉദാഹരണങ്ങൾ എഴുതുക. എന്താ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ അവിടെ ഉദാഹരണങ്ങൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറേ പഠിച്ചു. ഏതാ? പാർട്ടിഷൻ അല്ലേ, ബംഗാൾ വിഭജനം പഠിച്ചു, മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ പഠിച്ചു. പിന്നെ 1ാം ലോക മഹായുദ്ധം നടന്ന എന്നാണ്? 1914. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബെസന്റ് ആണ് കേട്ടോ. പിന്നെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ. വാട്ട് വെയർ ദ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അല്ലേ ടേക്ക് ആൻഡ് ദ ആനുവൽ കോൺഫറൻസ് ഓഫ് ദ കോൺഗ്രസ് ഇൻ 1916 വാസ് ഹെൽഡ് ഇൻ ലക്നൗ. എവിടെ? ലക്നൗ. 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിലെടുത്ത പ്രധാന തീരുമാനങ്ങൾ എന്തെല്ലാമായിരുന്നു? 1. ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഷുഡ് യൂണിറ്റ്. ഇവിടെ യുണൈറ്റ് അല്ലേ, യൂണിറ്റി എന്ന് വെച്ചാൽ ഒറ്റയ്ക്കെന്ന്, യുണൈറ്റ് ഒന്നിക്കണമെന്ന്. മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കണം. INC ആൻഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഷുഡ് വർക്ക് ടുഗദർ. INC എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ്. നല്ല 2 തീരുമാനങ്ങളല്ലേ എടുത്തത്. മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുക. സമ്മേളനത്തിൽ അവർ ഏത് സമ്മേളനത്തിലാണ്? ലക്നൌവിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ എന്തെല്ലാമാണ്? നല്ല 2 തീരുമാനങ്ങളാണ് അവരെടുത്തത് അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ടെസ്റ്റിൻ്റെ ലാസ്റ്റിൽ ഒരു ബോക്സിനകത്തിൽ കേട്ടോ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ബോക്സിനകത്തിലെ പേരുകൾ, അത് പേരും നല്ലപോലെ ഇട്ട ചാപ്റ്ററിനകത്തിൽ ഒരുപാട് പേരുടെ പേരും അവരുടെ സ്ഥലവും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് എഴുതി പഠിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ. നമ്മൾ മൊത്തം ചാപ്റ്റർ ഒരുവിധമുള്ള ചാപ്റ്ററുകളെല്ലാം തീർത്തിട്ടുണ്ട്. ചാപ്റ്ററുകളല്ല, ഈ ചാപ്റ്ററിലെ നോട്ടുകളെല്ലാം തീർത്തിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെയും ഫസ്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.